ഏണസ്റ്റ് അക്കാഡമിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, നമ്മളിനി KCL ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഫാക്ട്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഇഫ് എ കറണ്ട് സോഴ്സ് ഇസ് പ്രസൻറ്റ് ഇൻ എനി ബ്രാഞ്ച് നോ നീഡ് ടു അസ്യൂം എനി കറണ്ട് ഇൻ ദി ബ്രാഞ്ച്. അതായത് ഒരു ബ്രാഞ്ചിൻ്റെ അകത്ത് സപ്പോസ് ഒരു ബ്രാഞ്ച് ഉണ്ട്, സപ്പോസ് ഒരു വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു കറണ്ട് സോഴ്സും ഉണ്ട് എന്ന് വിചാരിക്കാം. ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോഡൽ അനാലിസിസ് എടുക്കുമ്പോൾ ഇവിടെ വേറൊരു കറണ്ട് സോഴ്സ് I എന്ന് പറഞ്ഞ് കൊടുക്കണ്ട. കാരണം ഓൾറെഡി ഈ ബ്രാഞ്ചിൽ എന്തുണ്ട്, ഒരു കറണ്ട് സോഴ്സ് ഉണ്ട്. അപ്പോൾ കറണ്ട് സോഴ്സ് ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട, ആ ബ്രാഞ്ചിലെ കറണ്ട് നമ്മൾ അസ്യൂം ചെയ്യേണ്ട കാര്യമില്ല. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ അറ്റ് റെഫറൻസ് നോഡ് എന്ന് പറയുന്നത് ഓൾവേസ് 0 ആണ്. കാരണം നമ്മളെപ്പോഴും ചെയ്യുന്നത് റിലേറ്റീവ് മെഷർമെൻ്റ് ആണ്. അത് ഒരെണ്ണം സ്റ്റാൻഡേർഡാക്കി വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് എത്ര പൊട്ടൻഷ്യൽ, എത്ര വാല്യൂ എന്നാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യും, റെഫറൻസ് വോൾട്ടേജ് അല്ലെങ്കിൽ റെഫറൻസ് നോഡ് എന്ന് പറയുന്ന അല്ലെ പൊട്ടൻഷ്യൽ എപ്പോഴും നമ്മൾ എന്താണ് 0 ആയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആകെപ്പാടെ നോഡൽ അനാലിസിസ് രണ്ട് കേസേ വരുന്നുള്ളൂ. ഒന്ന് ഫസ്റ്റ് കേസ്, രണ്ട് സെക്കൻഡ് കേസ്. ഫസ്റ്റ് കേസിൽ എന്താ, നമുക്കൊരു റെസിസ്റ്റർ ഉണ്ടാവും, ഒരു ബാറ്ററി ഉണ്ടാവും. ആ ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് കറണ്ട് വരുന്നതായിട്ടും, സെക്കൻഡ് കേസിൽ എന്താണ്, ആ ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക്, അതായത് ബാറ്ററിയുടെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ലീവ് ചെയ്യുന്നതായിട്ട് ഈ രണ്ട് കേസാണ് നമുക്ക് ഉള്ളത്. സോ അതിൽ നമുക്ക് ഈ ഫോമുല നമുക്ക് ബൈ ഹാർട്ടായിട്ട് നമുക്ക് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ കറണ്ട് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്, ഹയർ പൊട്ടൻഷ്യലായ V1 നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്, ലോവർ പൊട്ടൻഷ്യലായ V2 പോകുന്നത്. സോ പോകുന്ന വഴിക്ക് എന്ത് കാണുന്നുണ്ട്, ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റ് ആണ് കാണുന്നതെങ്കിൽ നമ്മൾ എന്ത് എഴുതും, നമ്മൾ ഇപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് നമ്മൾ എന്താ എഴുതുന്നത്, V1 - V2 എന്നല്ലേ നമ്മൾ എഴുതുന്നത്. ഇനി പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്നത് ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അതിനെ നമ്മൾ എന്ത് ചെയ്യും, ഡിഫറൻസിൻ്റെ കൂടെ നമ്മൾ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും, /R എഴുതും. ഓക്കെ, ഇനി സെയിം കേസ് തന്നെ നമ്മൾ എന്താണ്, ഹയർ പൊട്ടൻഷ്യലായ V1 നിന്നും ലോവർ പൊട്ടൻഷ്യലായ V2 കറണ്ട് ഫ്ലോ ചെയ്യുന്നതല്ലേ. അപ്പോൾ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര, V1 - V2 ആണ് നമ്മൾ എടുക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത്, ഇനി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് പോസിറ്റീവ് പ്ലേറ്റിൽ നിന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യും. സോ ഈ ടെക്നിക്ക് ഓർത്തിരിക്കണം കേട്ടോ. അതായത് നമ്മളെന്താണ്, V1 നിന്ന് V2 പോകുമ്പോൾ ഒരു ബാറ്ററിയുടെ പോസിറ്റീവ് പ്ലേറ്റ് ആണ് കറണ്ട് ആദ്യം കാണുന്നതെങ്കിൽ നമ്മൾ എന്തെടുക്കും, നമ്മൾ അത് ഡിഫറൻസ് എടുക്കും. ഇനി V1 നിന്ന് V2 നമ്മൾ പോകുമ്പോൾ ആദ്യം കാണുന്നത് നെഗറ്റീവ് പ്ലേറ്റ് ആണ്, അല്ലെങ്കിൽ പോസിറ്റീവിൽ നിന്നാണ് ലീവ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിന് എന്തെടുക്കും, പ്ലസ് എടുക്കും. ഓക്കെ, ഈ രണ്ട് ഫോർമുല അല്ലെങ്കിൽ ഈ രണ്ട് റിലേഷൻ ഓർത്തിരിക്കണം കേട്ടോ. നമുക്ക് നോഡൽ അനാലിസിസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് തിയറംസിനെ കുറിച്ചാണ്. നമുക്ക് ബേസിക്കലി ഉള്ളത് എന്താണ്, സൂപ്പർ പൊസിഷൻ തിയറം ഉണ്ട്. പിന്നെ നെക്സ്റ്റ് എന്താണ്, തെവെനിൻ ഉണ്ട്. പിന്നെന്താ, നോർട്ടൺ ഉണ്ട്. പിന്നെന്താ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം ഉണ്ട്. പിന്നെന്താ, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. പിന്നെന്താ, റെസിപ്രോസിറ്റി തിയറം. ഇതൊക്കെയാണ് നമ്മൾ കോളേജുകളിൽ എന്താണ് ആസ് എ സബ്ജക്റ്റിൻ്റെ ബേസിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഫ്രം ദ PSC പോയിന്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തെവെനിനും നോർട്ടണും മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറും പിന്നെ സോഴ്സ് ട്രാൻസ്ഫോർമേഷനുമാണ്. സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സൂപ്പർ പൊസിഷൻ തിയറം എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആസ് ആൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്കത് എന്താണെന്ന് അറിഞ്ഞാൽ മതി. അതുപോലെ തന്നെ എന്താണ്, റെസിപ്രോസിറ്റി തിയറം നമ്മൾ എന്താണെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ, അതിന് PSCയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ്, അത്രയും ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഓരോ തിയറംസ് കാണാം. സൂപ്പർ പൊസിഷൻ അത് തിയറം പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് എന്താണ്, ഈ തിയറംസ് എല്ലാം എവിടെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, നമ്മൾ എല്ലാ തിയറംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രണ്ട് ടേംസ് കാണാം അല്ലേ. ഇൻ എ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാണ്, നമ്മൾ എല്ലാ തിയറവും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻ എ ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്കിൽ ഇന്ന സംഭവിക്കുന്നു, ഇന്ന കാര്യങ്ങളുണ്ടാകുന്നു, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഇനി എന്താണ് ലീനിയാരിറ്റി, എന്താണ് ബൈലാറ്ററൽ കണ്ടീഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. കാരണം അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സർക്യൂട്ട് ലീനിയർ ആണെങ്കിൽ നമ്മൾ അതിനെ എന്താ പറയുക, അതായത് നമുക്ക് കുറേ ഡെഫിനേഷൻസ് ഉണ്ട്. കുറേ ഇപ്പോൾ f(a) ഇൻറ്റു f(a) പ്ലസ് b ഇൻറ്റു f(1)(2) എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ടെക്സ്റ്റൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ നമുക്ക് ഇതൊന്നും വേണ്ട, നമുക്ക് ഏറ്റവും ബേസിക്കായിട്ട് ഇതെന്താണെന്ന് അറിയാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാമത്.
ഇപ്പം നമുക്കൊരു ചെറിയ സർക്യൂട്ട് ഉണ്ട്, ഇതാണ് സർക്യൂട്ട് എന്ന് ഇരിക്കുക. അതിൽ R = 10 ഞാൻ ഫിക്സ് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ വോൾട്ടേജിനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നോക്കിയേ. അപ്പോൾ വോൾട്ടേജ് ഫസ്റ്റ് ഞാൻ 10 എടുത്തു. അപ്പോൾ 10 എടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? കറണ്ട് എത്രയാണ്? V/R അല്ലേ. അപ്പോൾ 10/10 എത്ര വന്നു? 1 ആംപിയർ. ഇനി നെക്സ്റ്റ് ഞാൻ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്ത് 20 വോൾട്ട് ആക്കി. അപ്പോൾ I എത്ര വന്നു? 20/10 എത്ര വന്നു? 2 ആംപിയർ. ഇനി നെക്സ്റ്റ് 50 ആക്കി. 50 ആക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? 50/10 എത്രയാക്കി? 5 ആംപിയർ. ഇനി ഞാൻ എന്തെടുത്തു? 100 ആക്കി. അപ്പോൾ 100 വന്നപ്പോൾ V100 ആക്കി എടുത്തപ്പോൾ I എത്ര വന്നു? 100/100 എത്രയാണ്? 10 ആംപിയർ. ഓക്കെ, ഒന്ന് നോക്കി നമുക്ക് ഇതിൻ്റെ എങ്ങനെ അനലൈസ് ചെയ്യാമെന്ന്. ഓക്കെ, ഞാൻ വോൾട്ടേജിനെ ഇരട്ടിയാക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? മീൻസ് കറണ്ട് എന്തായി? ഇരട്ടിയായി. ഇനി ഞാൻ വോൾട്ടേജിനെ 5 ടൈംസ് ആക്കിയപ്പോൾ കറണ്ട് എന്തായി? 5 ടൈംസ് ആയി. വോൾട്ടേജിനെ 10 ടൈംസ് ആക്കിയപ്പോൾ എന്ത് ചെയ്യും? കറണ്ട് 10 ടൈംസ് ആയി. അതായത് എൻ്റെ വോൾട്ടേജ് എങ്ങനെ കൂടുന്നോ അതിന് പ്രൊപ്പോർഷണലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കറണ്ട് കൂടുന്നത്. സോ അതിനാണ് നമ്മൾ എന്ത് പറയുക? ലീനിയാരിറ്റി എന്ന് പറയുക. അതായത് ഇതിന് ഞാനിപ്പോൾ ഈ തന്നിരിക്കുന്ന ടേംസ് ഞാൻ ഗ്രാഫായിട്ട് പ്ലോട്ട് ചെയ്താൽ എനിക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും, ഒരു ലീനിയർ പ്രൊപ്പോർഷണാലിറ്റി ലൈൻ കിട്ടും. സോ അതായത് എന്താണ്? എൻ്റെ വോൾട്ടേജ് എങ്ങനെ കൂടുന്നോ അതുപോലെ തന്നെയാണ് എന്ത് കൂടുന്നത്? കറണ്ടും ഇൻക്രീസ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ലീനിയാരിറ്റി കണ്ടീഷൻ എന്ന് പറയുക. അതായത് സപ്പോസ് ഞാനിപ്പോൾ വോൾട്ടേജ് 5 ടൈംസ് ആക്കി, കറണ്ട് 5 ടൈംസ് ആയില്ല നിൽക്കുക, കറണ്ട് 4 ടൈംസേ ആയുള്ളൂ. അതായത് സപ്പോസ് എനിക്ക് 5 കിട്ടേണ്ട സ്ഥാനത്ത് എനിക്ക് കിട്ടിയത് 4 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 4 ആണെങ്കിൽ ഈ സർക്യൂട്ട് ഒരിക്കലും എന്തല്ല? ലീനിയർ അല്ല. കാരണം ഞാൻ വോൾട്ടേജ് 5 ടൈംസ് ആക്കിയപ്പോൾ കറണ്ട് എന്തായില്ല? 5 ടൈംസ് ഇൻക്രീസ് ആയില്ല. അപ്പോൾ ആ കണ്ടീഷനിൽ എനിക്ക് എന്ത് പറയാം? ഇതിനെ എന്ത് പറയാം? നോൺ ലീനിയർ എന്ന് പറയാം. അപ്പം നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു സർക്യൂട്ടിലും എനിക്ക് പറയുന്ന ഒരു തിയറം എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നെക്സ്റ്റ് ബൈലാറ്ററൽ. ഓക്കെ, ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ ആ പേര് തന്നെ ഉണ്ട്, ബൈ. ഓക്കെ, സപ്പോസ് എനിക്ക് ഫസ്റ്റ് ഇതിന് നമുക്ക് ടെക്സ്റ്റിനകത്ത് കുറേ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. പക്ഷേ നമുക്ക് ബേസിക് ആയിട്ടൊരു എക്സാമ്പിളിലൂടെ എങ്ങനെയാണെന്ന് പറയാം. ഓക്കെ, സപ്പോസ് ഞാൻ ഇങ്ങനെ ഒരു സർക്യൂട്ട് കണക്ട് ചെയ്തു. അപ്പോൾ സർക്യൂട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡെഫിനറ്റായിട്ട് എന്ത് ചെയ്യും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് എന്ത് ചെയ്യും? കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ഞാൻ ഇങ്ങനെ പറയുകയാണ്, ഈ പോയിന്റിനെ ഞാൻ എ എന്നും ഈ പോയിന്റിനെ ഞാൻ ബി എന്നും ഞാൻ എടുക്കുകയാണ്. ഇപ്പോൾ കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്? എയിൽ നിന്നും ബിയിലേക്കല്ലേ കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ വോൾട്ടേജ് സോഴ്സിൻ്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സ് ചെയ്തു. റിവേഴ്സ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കും? കറണ്ട് എവിടെ നിന്ന് ഫ്ലോ ചെയ്യും? ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്യല്ലേ. അപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് ഫ്ലോ ചെയ്യും? ബിയിൽ നിന്നും എയിലേക്ക് ഫ്ലോ ചെയ്യും. അപ്പോൾ റെസിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ട്? എയിൽ നിന്നും ബിയിലേക്കും ബിയിൽ നിന്നും എയിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ടിൻ്റെ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? അനുവദിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ഡയോഡാണ് കണക്ട് ചെയ്തതെന്ന് വയ്ക്കാം. അപ്പോൾ ഡയോഡിൽ എന്താ പ്രത്യേകത? ഡയോഡ് ഫസ്റ്റ് ഇങ്ങനെയാണ് കണക്ട് ചെയ്തെങ്കിൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ഡയോഡിൻ്റെ ഈ പോയിൻ്റ് എന്താ? ഇത് ആനോഡാണ്, ഇത് കാഥോഡാണ് അല്ലേ. സോ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് എന്ത് ചെയ്യും? ലോവർ പൊട്ടൻഷ്യലിലേക്ക് ഫ്ലോ ചെയ്യുമ്പോൾ എന്താണ്? ആനോഡ് ഹയർ പൊട്ടൻഷ്യലിലേക്കും കാഥോഡ് ലോവർ പൊട്ടൻഷ്യലിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യും? ഡയോഡ് എന്ത് ചെയ്യും? കണ്ടക്റ്റ് ആവും. സോ എന്ത് ചെയ്യും? കറണ്ടിൻ്റെ ഫ്ലോ എന്ത് ചെയ്യും? അലോ ചെയ്യും. ഇനി ഞാൻ സോഴ്സ് നേരെ തിരിച്ചു കഴിഞ്ഞാൽ കാഥോഡ് ഹയർ പൊട്ടൻഷ്യലും ആനോഡ് ലോവർ പൊട്ടൻഷ്യലും ചെയ്യും. അന്നേരം എന്ത് ചെയ്യും? ഡയോഡ് സമ്മതിക്കുമോ കറണ്ട് ഫ്ലോ ചെയ്യാൻ? ഇല്ല. ഡയോഡ് എന്താ അറ്റാക്ക് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് അറ്റാക്ക് ചെയ്യും. ഡയോഡ് എന്ത് ചെയ്യില്ല? കറണ്ടിൻ്റെ ഫ്ലോ അല്ലെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യാൻ സമ്മതിക്കത്തില്ല. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരിക്കലും എന്തല്ല? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് എന്തല്ല? കറണ്ട് ഫ്ലോ പോസിബിൾ അല്ല. ഓക്കെ, ഒൺലി ഫ്രം ആനോഡ് ടു കാഥോഡാണ് കറണ്ട് ഫ്ലോ പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്? ബൈ ഡയറക്ഷനിലായിട്ട് കറണ്ട് ഫ്ലോയിനെ അനുവദിക്കും. ആനോഡ് എന്താ ചെയ്യുന്നത്? യൂണി ഡയറക്ഷനിലായിട്ട് കറണ്ട് ഫ്ലോ അനുവദിക്കും. സോ നമ്മൾ ബൈ ഡയറക്ഷനിലായിട്ട് കറണ്ടിൻ്റെ ഫ്ലോ അനുവദിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ബൈ ലാറ്ററൽ എന്ന് പറയും. യൂണി ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയും? യൂണി ലാറ്ററൽ എന്ന് പറയും. ഓക്കെ, സോ എനിക്ക് തിയറംസ്, അതായത് എനിക്കുള്ള തെവെനിൻ ആയിക്കോട്ടെ, നോർട്ടൺ ആയിക്കോട്ടെ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയർ ആയിക്കോട്ടെ, എല്ലാ തിയറും എനിക്ക് എവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ബൈലാറ്ററലിലേ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. യൂണിലാറ്ററൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓർത്തിരിക്കണം. അപ്പോൾ ലീനിയർ എന്താണെന്ന് ബൈലാറ്ററൽ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി ഫസ്റ്റ് നമുക്ക് സൂപ്പർ പൊസിഷൻ തിയറത്തെ കുറിച്ച് നോക്കാം. ഓക്കെ, സൂപ്പർ പൊസിഷൻ തിയറം എന്താ പറയുന്നത്? എനിക്കൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ ഒന്നിൽ കൂടുതൽ വോൾട്ടേജ് സോഴ്സസ് ഉണ്ട്.
അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സോഴ്സും കാരണം, ഇപ്പോൾ സപ്പോസ് പിന്നെ ഈ കുറേ വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, ഒരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വോൾട്ടേജ് സോഴ്സ് കാരണം ഈ റെസിസ്റ്ററിൽ കൂടി എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കണ്ടുപിടിക്കും. നെക്സ്റ്റ് അടുത്ത സോഴ്സ് കാരണം എത്ര കറണ്ട് ഫ്ലോ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ ഓരോ സോഴ്സും കണ്ടുപിടിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അപ്പോൾ ഓരോ സോഴ്സ് ഞാൻ എടുക്കുമ്പോൾ എനിക്ക് ബാക്കിയുള്ള എല്ലാ വോൾട്ടേജ് സോഴ്സിനെ ഞാൻ എന്ത് ചെയ്യും? ഷോർട്ട് ചെയ്യും. ബാക്കിയുള്ള എല്ലാ കറണ്ട് സോഴ്സിനെയും ഞാൻ എന്ത് ചെയ്യും? ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? ഞാൻ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താണ് സംഭവിക്കുക? ആ സർക്യൂട്ടിൻ്റെ എത്ര സോഴ്സേ കാണും? ഒറ്റയ്ക്കൊരു സോഴ്സേ കാണും. ഓക്കെ, അപ്പോൾ ആ സോഴ്സ് കാരണം എന്ത് റെസ്പോൺസ് ഉണ്ടായി എന്നുള്ളത്, അല്ലെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് എന്ത് ചെയ്യും? നമ്മൾ കണ്ടുപിടിക്കും. അങ്ങനെ ഓരോ സോഴ്സും കണ്ടുപിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഓൾജിബ്രായിക്കായിട്ട് എന്ത് ചെയ്യും? സം ചെയ്യും. എന്തുകൊണ്ടാണ് ഓൾജിബ്രായിക് സം ചെയ്യുന്നത്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറണ്ട് എന്ന് പറയുന്ന സാധനം ഇറ്റ് ഇസ് എ വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിയുടെ പ്രത്യേകത എന്താ? അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, എന്തുണ്ട്? ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡയറക്ഷൻ കൂടി അക്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓൾജിബ്രായിക് സം എടുക്കുന്നത്. ഓക്കെ, ഇതാണ് സൂപ്പർപൊസിഷൻ തിയറം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. അപ്പോൾ ഞാൻ തെവനിൻ സീറോ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം കൂടി ഒരുമിച്ചാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് എന്താണ് മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം? അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്താ പറയുന്നത്? എനിക്ക് ഒരു ലോഡുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു മറ്റേ പവർ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ആ പവർ എന്ത് ചെയ്യുന്നത്? കൺസ്യൂമറായ നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തുണ്ട്? നമുക്ക് പ്ലഗ് പോയിൻറ്റ്സ് ഉണ്ടല്ലേ? ആ പ്ലഗ് പോയിൻറ്റ്സ്, അതായത് ജനറേറ്റിംഗ് സ്റ്റേഷൻ മുതൽ നമ്മുടെ വീട് വരെയുള്ള പ്ലഗ് പോയിൻറ്റ് വരെയുള്ള, അല്ലെങ്കിൽ നമ്മുടെ സപ്ലൈ വരുന്ന പോയിന്റ് വരെയുള്ള എല്ലാ ക്വാണ്ടിറ്റീസ്, എല്ലാ ടേംസും എല്ലാം, ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ടാവും, ട്രാൻസ്മിഷൻ ലൈനുള്ള എല്ലാ കാര്യങ്ങളും എന്താണ്? സെയിം ആണല്ലേ? പക്ഷെ നമ്മൾ ആ സപ്ലൈ പോയിന്റ്, ആ 2 പോയിന്റിന് അക്രോസ് നമ്മൾ എന്തൊക്കെ കണക്ട് ചെയ്യാം? നമുക്ക് ടി വി കണക്ട് ചെയ്യാം, ഫ്രിഡ്ജ് കണക്ട് ചെയ്യാം, അയൺ ബോക്സ് കണക്ട് ചെയ്യാം, എന്ത് ലോഡ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, കാരണം എന്ത് ലോഡ് വേണമെങ്കിലും നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള പോയിന്റ്സ് എല്ലാം ബാക്കി അതിന് മുമ്പത്തുള്ള എല്ലാ സർക്യൂട്ട് എലമെൻറ്റ്സ് എന്താണ്? അവിടെ തന്നെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ സപ്പോസ് എൻ്റെ ഈ 2 ടെർമിനൽസ് ആണ് എന്ത് പറയുന്നത്? അക്രോസ് ആണ് ഞാൻ ലോഡ് കണക്ട് ചെയ്യുന്നതെങ്കിൽ, ആ ലോഡിന് അക്രോസ് ഞാൻ കണക്ട് ചെയ്യുന്ന ലോഡ് എന്താണ്? വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള, എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ ലോഡാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് എന്തുണ്ട്? സെർട്ടൺ എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോഡ് എന്ത് ചെയ്യണം? മാക്സിമം എമൗണ്ട് ഓഫ് പവർ എന്ത് ചെയ്യണം? സോഴ്സിൽ നിന്നും എടുക്കണം. ആ പവർ എത്രയാണ്, അല്ലെങ്കിൽ ആ പവറിൻ്റെ കണ്ടീഷൻ എന്താണ് എന്നുള്ളതാണ് എന്ത് പറയുന്നത്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. കാരണം എനിക്ക് അതിനു മുമ്പ് കുറേ സർക്യൂട്ട് പാരാമീറ്റേഴ്സ് ഉണ്ട്, ട്രാൻസ്മിഷൻ ലൈനുണ്ട്, എക്സ്പൈസഡ് കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെയൊക്കെ സം എമൗണ്ട് ഓഫ് പവർ ലോസ് ആകും, കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈവൻ ആ ലോസ് കഴിഞ്ഞാലും എനിക്ക് എന്തുണ്ട്? ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് പവർ എനിക്ക് എന്ത് കിട്ടും? ആ നമ്മുടെ ലോഡ് സൈഡ് 2 ടെർമിനലിൽ കിട്ടും. അപ്പോൾ ആ ടെർമിനലിൽ ഞാൻ എത്ര എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇമ്പിഡൻസ് കണക്ട് ചെയ്താലാണ് എനിക്ക് സോഴ്സിൽ നിന്ന് മാക്സിമം എമൗണ്ട് ഓഫ് എനർജി അല്ലെങ്കിൽ പവർ എടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ടേക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നതിന് അതിൻ്റെ കണ്ടീഷനാണ് എന്ത് പറയുന്നത്? മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം പറയുന്നത്. ഇനി ഡി സിയിലെ മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം എന്താണെന്ന് നമുക്ക് നോക്കാമേ. ഇപ്പോൾ സപ്പോസ് ഇതൊരു സർക്യൂട്ടാണ്. ഈ ഒരു സർക്യൂട്ടിൻ്റെ അകത്ത് എൻ്റെ ലോഡ് എന്ന് പറയുന്നത് എന്താണ്? എ ബി എന്ന് പറയുന്ന അതെൻ്റെ ലോഡ് ടെർമിനൽ. ആ ലോഡ് ടെർമിനൽ അക്രോസ് ഞാൻ എന്ത് കണക്ട് ചെയ്തു? ഒരു RL എന്ന് പറയുന്ന ലോഡ് കണക്ട് ചെയ്തു. ഓക്കെ, മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം നമ്മൾ എന്ത് വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ തെവനിൻസ് തിയറം വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ തെവനിൻസ് തിയറം എന്താ ചെയ്യുന്നത്? തെവനിൻസ് തിയറം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് എൻ്റെ ലോഡ്, ഞാൻ ആ ലോഡിനെ എന്ത് ചെയ്യും? അവിടുന്ന് ആ ലോഡ് ഞാൻ ഐസൊലേറ്റ് ചെയ്യും. എന്നിട്ട് റിമൈനിങ് സർക്യൂട്ടിനെ ഞാൻ എന്താക്കും? ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് റെസിസ്റ്റൻസ് ആക്കി ഞാൻ കൺവേർട്ട് ചെയ്യും. അതിനാണ് ഞാൻ എന്ത് പറയുക? തെവനിൻസ് തിയറം എന്ന് പറയാം. അപ്പോൾ തെവനിൻസ് തിയറത്തിൽ ഞാൻ എന്താ ചെയ്യുന്നത്? എനിക്കൊരു എമൗണ്ട് ഓഫ് കറണ്ട് സോഴ്സ്, വോൾട്ടേജ് സോഴ്സ്, റെസിസ്റ്റർ കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. അതിനൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നത്? ഈക്വലൻ്റ് ഒരു സിംഗിൾ വോൾട്ടേജ് സോഴ്സും ഇൻ സീരീസ് റെസിസ്റ്റൻസുമായിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യും. ആ തിയറത്തിനാണ് എന്ത് പറയുക? ആ ഫിനോമിനയ്ക്കാണ് എന്ത് പറയുക? തെവനിൻസ് തിയറം എന്ന് പറയുക. ഓക്കെ, ഇനി എന്താണ് VTH, എന്താണ് RTH? VTH എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ, തെവനിൻ ഇക്വലൻ്റ് വോൾട്ടേജ് ആണ്. RTH എന്ന് പറഞ്ഞാൽ എന്താണ്? തെവനിൻ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ്. ഇനി നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. തെവനിൻ ഇക്വലൻ്റ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ
എന്ത് ചെയ്യും, എന്താണോ നമ്മൾ നേരെ കണക്ട് ചെയ്യുന്ന ലോഡ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ലോഡിനെ അവിടുന്ന് റിമൂവ് ചെയ്യും. ലോഡിനെ അവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ആ ലോഡിന് അക്രോസ് എത്ര വോൾട്ടേജ് ഉണ്ടെന്ന്, എത്ര ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അതാണ് എന്ത് പറയുന്നത്, VTH എന്ന് പറയുന്നത്. ഇനി RTH എന്ന് പറയുന്നത് എന്താണ്, എനിക്കുള്ള എല്ലാ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സിനെ ഞാൻ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഇനി ബാക്കിയുള്ള എല്ലാ ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സിനെ ഞാൻ എന്ത് ചെയ്യും, ഓപ്പൺ സർക്യൂട്ട് ചെയ്യും. ഇത് രണ്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എനിക്ക് ബാക്കി എന്തേ ഉണ്ടാവുള്ളൂ, കുറച്ച് എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ അല്ലേ. ആ റെസിസ്റ്റൻസിന് ഇക്വലൻ വാല്യൂ ഞാൻ എടുക്കും. അത് കുറച്ചെണ്ണം സീരീസ് ആയിരിക്കും, കുറച്ച് പാരലൽ ആയിരിക്കും, കുറച്ചെണ്ണം സ്റ്റാർ ഡെൽറ്റ ഉണ്ടാവും. ഇതിനൊക്കെ സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു സിംഗിൾ റെസിസ്റ്റൻസ് ആയിട്ട് അതിനെ റീപ്ലേസ് ചെയ്യും. ആ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ആണ് എന്തെന്ന് പറയുക, RTH എന്ന് പറയുക. ഓക്കെ, ഇനി എന്താണ് കണ്ടീഷൻ എന്നുള്ളത്. ഓക്കെ, അതായത് ഞാൻ എന്താ പറഞ്ഞേ, സോഴ്സിൽ നിന്നും ലോഡിലേക്ക് മാക്സിമം എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളത് അല്ലേ. അപ്പോൾ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് മാക്സിമം എമൗണ്ട് ഓഫ് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ, ലോഡ് റെസിസ്റ്റൻസ് എന്തായിരിക്കണം, തെവനിൻ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിരിക്കണം. അതായത് എൻ്റെ ലോഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്ന ഡിവൈസിൻ്റെ ലോഡ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിവൈസിൻ്റെ റെസിസ്റ്റൻസ് ആ സർക്യൂട്ടിൻ്റെ തെവനിൻ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ഈക്വൽ ആവുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, എൻ്റെ ലോഡ് മാക്സിമം പവർ കൺസ്യൂം ചെയ്യുന്നത്. അല്ലാത്ത ഏത് റെസിസ്റ്റൻസ് എടുത്താലും ഒരിക്കലും എന്ത് ചെയ്യില്ല, മാക്സിമം പവർ സോഴ്സിൽ നിന്നും ലോഡിലേക്ക് കിട്ടത്തില്ല. ഇനി ആ മാക്സിമം പവറിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് VTH സ്ക്വയർ ഡിവൈഡ് ബൈ 4 RTH ആണ്. ഈ രണ്ട് ഡെഫിനിഷനും മറന്നു പോകരുത്. ഒരുപാട് തവണ ഇത് പ്രോബ്ലംസ് ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമ്മളതിൻ്റെ പ്രോബ്ലംസ് കാണും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിലേഷൻ നമുക്ക് ബൈഹാർട്ടായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാം, വേഗം എളുപ്പത്തിൽ, അത് കുറച്ചൊരു ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറം. ഇനി മാക്സിമം പവർ ട്രാൻസ്ഫർ തിയറത്തിൻ്റെ കണ്ടീഷൻ AC-യിൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സെയിം ഫിനോമിനേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. സപ്പോസ് എനിക്ക് ഇങ്ങനെ ഒരു സർക്യൂട്ട് ഉണ്ട്, എൻ്റെ എന്താണ് ലോഡ്, എന്താണ് ഇമ്പിഡൻസ് ആണ്. ഓക്കെ, എൻ്റെ ലോഡ് ഇൻഡക്റ്റീവ് ലോഡ് അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ലോഡ് ഒക്കെ ആയിരിക്കും. സോ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം പ്രിൻസിപ്പിൾ തന്നെ ഉപയോഗിക്കും. എന്താണോ എൻ്റെ ലോഡ്, ആ ലോഡിനെ ഞാൻ എന്ത് ചെയ്യും, ഐസൊലേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ദി സർക്യൂട്ടിനെ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ കൺവേർട്ട് ചെയ്യും. എന്ത് ചെയ്യും, ആ വോൾട്ടേജ് സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ രണ്ട്, അതായത് ലോഡ് റിമൂവ് ചെയ്തിട്ട് ആ ബാക്കിയുള്ള രണ്ട് ടെർമിനൽ അക്രോസ് എത്ര വോൾട്ടേജ് കിട്ടുമോ അതാണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ തെവനിൻ ഇക്വലൻ്റ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള എല്ലാ ബാക്കിയുള്ള എല്ലാ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിനെയും ഞാൻ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് ബാക്കിയുള്ള എല്ലാ ഇൻഡിപെൻഡൻറ്റ് കറണ്ട് സോഴ്സിനെയും ഞാൻ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ബാക്കി എനിക്ക് എന്താണ് ഒരു കോമ്പിനേഷൻ ഓഫ് ഇമ്പിഡൻസസ് ഉണ്ടാവും അല്ലേ. ആ ഇമ്പിഡൻസിൻ്റെ ഇക്വലൻ്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ ZTH എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തെവനിൻ ഇക്വലൻ്റ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇനി AC-യുടെ കണ്ടീഷനും DC-യുടെ കണ്ടീഷനും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, AC-യിൽ എന്തായിരുന്നു, RL = RTH ആയിരുന്നു. DC-യിൽ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്, ഇമ്പിഡൻസ് ലോഡിൻ്റെ ഇമ്പിഡൻസ് എന്തായിരിക്കണം, തെവനിൻ ഇക്വലൻ്റ് ഇമ്പിഡൻസിന് എന്തായിരിക്കണം, കോഞ്ചുഗേറ്റ് ആയിരിക്കണം. അപ്പോൾ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് നോക്കാം. ഇപ്പോൾ എനിക്ക് ZTH എന്താണ്, RTH + JXTH ആണ് കിട്ടിയെന്നിരിക്കാം. അപ്പോൾ അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വരും, ഈ സെൻറ്ററിലുള്ള പ്ലസ് എന്താവും, മൈനസ് ആവും. കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആക്സിസിൻ്റെ മിറർ ഇമേജിനാണ് നമ്മൾ എന്ത് പറയുക, കോഞ്ചുഗേറ്റ് എന്ന് പറയാം. നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇവിടെ പ്ലസ് ഉണ്ടെങ്കിൽ അതിനെ എന്താക്കിയാൽ മതി, മൈനസ് ആക്കിയാൽ മതി. അവിടെ മൈനസ് ഉണ്ടെങ്കിൽ എന്താക്കിയാൽ മതി, പ്ലസ് ആക്കിയാൽ മതി. അതായത് എൻ്റെ ZTH = RTH + JTH ആണെങ്കിൽ എന്താണ് അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോഴത്തെ എന്ത് വരും, സെൻട്രലുള്ള പ്ലസ് എന്താവും, മൈനസ് ആവും. ഇനി എൻ്റെ ZTH = RTH - JXTH ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, Z = RTH + J × XTH ആക്കും. അതായത് പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കിയാൽ മതി, മൈനസ് ആണെങ്കിൽ എന്താക്കിയാൽ മതി, പ്ലസ് ആക്കിയാൽ മതി. ഇനി മാക്സിമം പവറിൻ്റെ കണ്ടീഷൻ എന്താണ്, സെയിം ആണ്. ഇറ്റ് ഈസ് എന്താണ്, VTH ² എന്താണ് 4 RTH തന്നെയാണ് എന്തെന്ന് പറയുന്നത് മാക്സിമം പവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഓർത്ത് വെക്കണം, മറന്നു പോകരുത്. കാരണം AC-യുടെ ആയാലും DC-യുടെ ആയാലും എന്താണ്, മാക്സിമം പവറിൻ്റെ ഇക്വേഷൻ എന്താണ്, സെയിം ആണ്. ഒരൊറ്റ കണ്ടീഷൻ മാത്രമേ മാറ്റമുള്ളൂ. എന്താണ്, ലോഡ് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് എന്താണ്, തെവനിൻ ഇക്വലൻ്റ് ഇമ്പിഡൻസിന് എന്താണ്, കോഞ്ചുഗേറ്റ് ആണ്. അത് മറന്നു പോകരുത്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് നോർട്ടൺസ് തിയറമാണ്. നോർട്ടൺസ് തിയറം എന്ന് പറയുന്നത് തെവനിൻസ് തിയറം അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഉള്ളതാണ് നോർട്ടൺസ് തിയറം എന്ന് പറയുന്നത്. ഓക്കെ,
നമ്മൾ ഒരു സർക്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ തെവനിൻസ് തിയറം ആണോ അപ്ലൈ ചെയ്യാൻ എളുപ്പം അല്ലെങ്കിൽ നോർട്ടൺസ് തിയറം ആണോ അപ്ലൈ ചെയ്യാൻ എളുപ്പം എന്നുള്ളത് നമ്മൾ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ തന്നെ അത് ചെയ്യണം. കാരണം ചില സർക്യൂട്ടിൻ്റെ അകത്ത് തെവനിൻസ് അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവും. ചില സർക്യൂട്ട് നോർട്ടൺ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ആൻസറും കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്താണ് നോർട്ടൺസ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, നോർട്ടൺസ് എന്താ ചെയ്യുന്നത്? എനിക്കൊരു സർക്യൂട്ട് ഉണ്ട്. ആ സർക്യൂട്ടിൽ എന്താണ്, എനിക്ക് ഒരു ലോഡ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ലോഡ് റെസിസ്റ്റൻസ് എന്ത് ചെയ്യണം, കുറച്ച് എമൗണ്ട് ഓഫ് പവർ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ലോഡ് റെസിസ്റ്റൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് അറിയണം. ഓക്കെ, ഇനി എന്താ ചെയ്യുന്നത് അറിയുമ്പോൾ നോർട്ടൺസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് ഞാൻ ലോഡായിട്ട് എടുക്കുന്നത് ആ ലോഡ് റെസിസ്റ്റൻസിനെ അവിടെ നിർത്തിയിട്ട് റെസ്റ്റ് ഓഫ് ദി സർക്യൂട്ടിനെ എന്താക്കി കൺവേർട്ട് ചെയ്യും, ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. എന്താ ചെയ്യുന്നത്, റെസ്റ്റ് ഓഫ് ദി സർക്യൂട്ടിന്, അതായത് എന്താണ് എൻ്റെ ലോഡ്, ആ ലോഡിനെ അവിടെ നിർത്തിയിട്ട് റെസ്റ്റ് ഓഫ് ദി സർക്യൂട്ടിന് എന്താണ്, ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് നോർട്ടൺസ് തിയറം. എന്നിട്ട് എന്ത് ചെയ്യും, ഞാൻ നേരത്തെ എടുത്ത അതേ ലോഡ് തന്നെ അവിടെ കണക്ട് ചെയ്യും. സോ ദിസ് പോർഷനാണ് എന്ത് ചെയ്യുന്നത്, അതായത് റെസ്റ്റ് ഓഫ് ദി ഇത്രയും പോർഷൻ ഞാൻ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും, ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതിന് IN പറയുന്നതാണ് നോർട്ടൺ ഇക്വലന്റ് കറണ്ട് എന്ന് പറയുന്നത്, RN പറയുന്നതാണ് നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് നോർട്ടൺ ഇക്വലന്റ് വോൾട്ടേജ് അല്ല, നോർട്ടൺ ഇക്വലന്റ് കറണ്ടും ഇതെങ്ങനെ കാണുന്നത് നമുക്ക് നോക്കാം. നോർട്ടൺ ഇക്വലന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഞാൻ ഈ ലോഡ് ഞാൻ റിമൂവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ലോഡ് ടെർമിനൽസ് ഞാൻ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ലോഡ് ടെർമിനൽസിനെ ഞാൻ എന്ത് ചെയ്യും, രണ്ടിനും ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ആ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് എത്ര എമൗണ്ട് ഓഫ് കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടോ അതാണ് എൻ്റെ IN എന്ന് പറയുന്നത്. തെവനിൻ ചെയ്തപ്പോൾ എന്താ ചെയ്തത്, ഈ ലോഡ് ടെർമിനൽ ഓപ്പൺ ചെയ്തു. നോർട്ടൺ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നത്, ഈ ലോഡ് ടെർമിനൽ ഞാൻ എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. ഷോർട്ട് ചെയ്തിട്ട് എത്ര എമൗണ്ട് ഓഫ് കറണ്ട് ഇതിൽ ഫ്ലോ ചെയ്യുന്നുണ്ടോ അതാണ് എൻ്റെ എന്തെന്ന് പറയുന്നത്, ആ ഷോർട്ട് സർക്യൂട്ട് കറണ്ടാണ് എൻ്റെ എന്ന് പറയുന്നത് നോർട്ടൺ ഇക്വലന്റ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്താണെന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞാൽ എല്ലാ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് സോഴ്സസിനെയും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നു. എല്ലാ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കറണ്ട് സോഴ്സിനെ എന്ത് ചെയ്യുന്നു, ഞാൻ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുന്നു. സോ എനിക്ക് റിമൈനിങ് എമൗണ്ട് ഓഫ് എന്തുണ്ട്, എനിക്ക് കുറച്ച് റെസിസ്റ്റൻസും അല്ലെങ്കിൽ ഇമ്പിഡൻസും ഒക്കെ കാണും. സോ അതിൻ്റെ ഈക്വലൻ്റ് വാല്യൂ ആണ് എന്തെന്ന് പറയുന്നത് എൻ്റെ നോർട്ടൺ ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് നോക്കി, കഴിഞ്ഞ് നമ്മൾ തെവനിൻസ് പറഞ്ഞപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ പറഞ്ഞേ, എല്ലാ ഇൻഡിപെൻഡൻറ്റ് സോഴ്സസിനെയും വോൾട്ടേജ് സോഴ്സസിനെയും എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തു. കറണ്ട് സോഴ്സിനെ എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ RTH കണ്ടുപിടിച്ചല്ലേ. എവിടെയും നമ്മൾ എന്താ ചെയ്യുന്നത്, എല്ലാ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സസിനെയും നമ്മൾ എന്ത് ചെയ്തു, ഷോർട്ട് ചെയ്തിട്ട് കറണ്ട് സോഴ്സസിനെയും എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തിട്ടാണല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലേ. എല്ലാ ഇൻഡിപെൻഡൻറ്റ് വോൾട്ടേജ് സോഴ്സിനെയും ഷോർട്ട് ചെയ്തിട്ട് കറണ്ട് സോഴ്സിനെ എന്ത് ചെയ്യുന്നത്, ഓപ്പൺ സർക്യൂട്ട് ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമുക്ക് എന്ത് പറയാം, ഒരു സർക്യൂട്ടിൻ്റെ നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസും RTH എന്താണ്, ഈക്വലാണ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഏത് സർക്യൂട്ട് എടുത്താലും ആ സർക്യൂട്ടിൻ്റെ നോർട്ടൺ ഇക്വലന്റ് റെസിസ്റ്റൻസും അല്ലെങ്കിൽ നോർട്ടൺ ഇക്വലന്റ് ഇമ്പിഡൻസും തെവനിൻ ഇക്വലന്റ് ഇമ്പിഡൻസും എന്താണ്, സെയിം ആണ്, ഈക്വലാണ്. ഓക്കെ, ഇത് നമ്മൾ മറന്നു പോരുത്, നമുക്ക് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് നമുക്ക് ഒരുപാട് ഉപകാരപ്പെടും. ഇനി നെക്സ്റ്റ് വളരെ 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 വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ് സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം. ഓക്കെ, സപ്പോസ് എൻ്റെ കയ്യിലുള്ളത് എനിക്കൊരു വോൾട്ടേജ് സോഴ്സ് ഇൻ പാരലൽ റെസിസ്റ്റൻസ് ആണ്. എനിക്ക് ആക്കേണ്ടത്, എനിക്ക് ട്രാൻസ്ഫോം ചെയ്യേണ്ടത് ഒരു കറണ്ട് സോഴ്സ് ഇൻ പാരലൽ റെസിസ്റ്റൻസ് ആണെന്ന് വിചാരിക്കാം. അത് ഞാൻ എന്തിനു ചെയ്യുന്നു, സോഴ്സാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്. അതായത് ഞാൻ എന്ത് ചെയ്യുന്നു, വോൾട്ടേജ് സോഴ്സിനെ എന്താക്കും, കറണ്ട് സോഴ്സ് ആക്കും. അല്ലെങ്കിൽ തിരിച്ച് കറണ്ട് സോഴ്സിനെ എന്താക്കും, വോൾട്ടേജ് സോഴ്സ് ആക്കും. ഈ തിയറത്തിനാണ് അല്ലെങ്കിൽ ഇത് ചെയ്യുന്ന പ്രോസസ്സിന് അല്ലെങ്കിൽ ഫിനോമിനയ്ക്ക് പറയുന്നതാണ് എന്ത് പറയുന്നത്, സോഴ്സ് ട്രാൻസ്ഫോർമേഷൻ തിയറം എന്ന് പറയുന്നത്. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. റിയലി ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് പ്രോബ്ലത്തിൽ അത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഡിഫിക്കൽട്ടീസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റിമൂവ് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നോക്കാം. സപ്പോസ് എനിക്കൊരു തെവനിൻ ഇക്വലന്റ് സർക്യൂട്ട് ഉണ്ട്. അതായത് ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്. എനിക്ക് അതിനെ എന്താക്കണം, ഒരു കറണ്ട് സോഴ്സ് എന്നെ പാരലാക്കണം. അതായത് എനിക്ക് എന്താക്കണം, ഒരു നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് ആക്കണം. അതായത് ഒരു തെവനിൻ സർക്യൂട്ടിനെ എന്താക്കണം, ഒരു നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് ആക്കണമെങ്കിൽ അപ്പോൾ എൻ്റെ കയ്യിലുള്ള എന്താ, തെവനിൻസ്. എനിക്ക് എന്താ ആക്കണ്ടേ, നോർട്ടൺസ്. അപ്പോൾ
അപ്പോൾ ഐ എൻ്റെ വാല്യൂ എന്തായിരിക്കും എന്ന് അറിയുമോ? ഐ എൻ എന്ന് പറയുന്നത് നമ്മുടെ ഓംസിലും എന്താ വി ഈക്വൽ ടു I/R അല്ലേ? ഓക്കെ, അല്ലെങ്കിൽ ഐ ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം? V/R എഴുതാം അല്ലേ? ഓക്കെ, അപ്പോൾ ഐ എൻ എന്ന് പറഞ്ഞാൽ എന്താ? വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഏത് വോൾട്ടേജ്? എൻ്റെ കയ്യിലുള്ളത് എന്താ? തെവനിൻ അല്ലേ? സോ തെവനിൻ ഇക്വലൻ വോൾട്ടേജ് ഡിവൈഡ് ബൈ തെവനിൻ ഇക്വലൻ റെസിസ്റ്റൻസ് ആണ് എൻ്റെ ഐ എൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, ആർ എൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഇക്വൽ ആയിരിക്കും? ആർ ടി എച്ചിന് ഇക്വൽ ആയിരിക്കും. സോ ആർ എൻ ഇക്വൽ ടു എന്താണ്? ആർ ടി എച്ച് ആണ്. ഇനി എൻ്റെ കയ്യിലുള്ളത് ഒരു നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. എനിക്ക് അതിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം? ഒരു തെവനിൻ ഇക്വലൻറ്റ് സർക്യൂട്ടായിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എന്ത് ഉപയോഗിക്കും? ഫസ്റ്റ് തിയറം ഉപയോഗിക്കും. അതായത് എനിക്ക് എന്ത് കാണണം? വി ടി എച്ചും ആർ ടി എച്ചും കാണണം. എന്തിൽ നിന്നും? ഈ സർക്യൂട്ടിൽ നിന്ന്. സോ വി ടി എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? IN ഇൻറ്റു ആർ എൻ. ആർ ടി എച്ച് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആർ എൻ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എനിക്ക് കയ്യിലുള്ളത് തെവനിനാണെങ്കിൽ എനിക്ക് അതിനെ എന്താക്കണം? നോർട്ടൺ ആക്കണം. സോ കറണ്ട് ഈക്വൽ ടു വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. സോ IN കിട്ടി. RN ഈക്വൽ ടു RTH. ഇനി എൻ്റെ കയ്യിലുള്ളത് നോർട്ടൺ ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. എനിക്ക് എന്താക്കണം? തെവനിൻ ആക്കണം. സോ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എത്ര? കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. പിന്നെ RTH എന്ന് പറഞ്ഞാൽ എത്ര? RN. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് നമുക്ക് പ്രോബ്ലത്തിൽ ഒരുപാട് ആവശ്യം വരും. കാരണം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് റിമൂവ് ചെയ്തിട്ട് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഇന്നത്തെ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്ന് പഠിച്ച എല്ലാ ടോപ്പിക്സിൻ്റെയും MCQs പ്രോബ്ലംസ് ഫ്രം ദ ബോട്ടം ലെവൽ ടു ഹയസ്റ്റ് ലെവലായിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഏണസ്റ്റ് അക്കാഡമിയിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൻ്റെ ഇൻറ്റൻസീവായിട്ടുള്ള കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ള എല്ലാവർക്കും താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി നമുക്ക് പിന്നെയും കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.